ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമുക്കിന്ന് ഒരു നാടൻ ഇലയട ഉണ്ടാക്കാം. അതിനാവശ്യമായ ചേരുവകൾ: ശർക്കര, തേങ്ങ, അരിപ്പൊടി, ഏലക്ക, നല്ല ജീരകം, നെയ്യ്. ഇത്രയും ക്വാണ്ടിറ്റി പോരാ എനിക്ക്, പക്ഷേ ഇത് കൂടുതൽ വേണം. ഞാൻ ഇത്രയും വെച്ചെന്നേ ഉള്ളൂ, കാരണം ഒരു ഓർഡർ ഉണ്ട്, അതനുസരിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. വേറെയും കുറച്ച് പൊടിയും തേങ്ങയും ശർക്കരയൊക്കെ വേണം. അപ്പം ഞാൻ തൽക്കാലം ഇങ്ങനെ വെച്ചെന്നേ ഉള്ളൂ പറയാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് ശർക്കര പോയി ഉരുക്കി അരിച്ചെടുക്കാം. വല്ല കല്ലും കട്ടയൊക്കെ ഉണ്ടെങ്കിലോ പൊടി കുഴച്ചെടുത്തോണ്ടും വരാം. കാരണം ഞാൻ തന്നെയല്ലേ ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ക്യാമറ പിടിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അതുകാരണം എല്ലാവരും ക്ഷമിക്കണേ. ഞാൻ അടുപ്പിൽ വെച്ച ശേഷം അതിൻ്റെ അകത്തോട്ട് ശർക്കര ഉരുക്കിയത് ഒഴിച്ചു കൊടുക്കുക. അത് അവിടെ കിടന്നൊന്ന് പറ്റി വരണേ. ഒരുമാതിരി വറ്റി വരുമ്പം അതിൻ്റെ അകത്തോട്ട് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ഒന്ന് ഇളക്കി കൊടുക്കാം. തേങ്ങയും ശർക്കരയും എല്ലാം കൂടെ ഒരുമാതിരി എന്തു പറയുക, ഒരുമാതിരി വെള്ളം എല്ലാം പറ്റി നല്ലപോലെ ഒന്ന് വിളഞ്ഞു വരണം. നമ്മൾ ഈ അമ്പല് വിളക്കിയല്ലേ എന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് വിളഞ്ഞു വന്നാൽ നല്ലതായിരിക്കും. അപ്പോൾ ആ അടയ്ക്കൊരു ടേസ്റ്റാണ് വേറെ. പക്ഷെ കുറേ നേരം ഇരിക്കുകയും ചെയ്യും. അട പെട്ടെന്ന് കേടാവത്തില്ല. നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ ഒരുവിധം പറ്റി വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തോട്ട് ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചു കൊടുക്കണം. ആവശ്യത്തിന് ഏലക്കായും നല്ല ജീരകവും കൂടെ പൊടിച്ചതാണ്, അതുകൂടെ ഇട്ട് കൊടുക്കാം. നല്ലവണ്ണം ഇത് പറ്റി വരട്ടെ. ഈ ഇലയുടെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ, നല്ല ടേസ്റ്റാണ്. പിള്ളേരൊക്കെ നല്ല പോലെ അത് തിന്നുകയും ചെയ്യും. കൊച്ചു പിള്ളേർക്ക് കൊടുത്താൽ വലിയവർക്കും ഇഷ്ടമാവും. അപ്പം അതിനുള്ള പിള്ളേർ തിന്നിയല്ലാത്ത പിള്ളേരും തിന്നും, കാരണം നല്ല ടേസ്റ്റാണ്. ഇവിടെ ഇത് ഉണ്ടാക്കുമ്പം പിടിച്ചു പറയാം. ഞാനിത് ഒരു പ്രാവശ്യം ഉണ്ടാക്കി ഞങ്ങളുടെ ഈ പ്രാർത്ഥന കൂട്ടായ്മയെ കൊടുത്ത്, അവിടെ വന്ന അച്ഛൻ പോലും നല്ല ടേസ്റ്റുണ്ട്, ആരാ ഉണ്ടാക്കിയെന്നൊക്കെ ചോദിച്ചു. അങ്ങനെയാണിപ്പോൾ ഓരോരുത്തരും വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകണം ഓർഡർ അനുസരിച്ച്. വാങ്ങിച്ചുകൊണ്ട് പോകും ഓർഡർ തന്നിട്ട്. ഓർഡർ അനുസരിച്ചല്ല, ഓർഡർ തന്നിട്ട് വാങ്ങിച്ചുകൊണ്ട് പോകും. മറ്റേ നമ്മൾ ചിലർ ശർക്കര ഇങ്ങനെ ചരണ്ടി തേങ്ങയും കൂടെ കൂട്ടി യോജിച്ച് അങ്ങനെ വെക്കുകയുള്ളൂ. പക്ഷെ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം, ഇടൂ ടേസ്റ്റാണ്, പറയാണ്ടിരിക്കാൻ പറ്റത്തില്ല. ഞാൻ ഉണ്ടാക്കുന്നതുകൊണ്ട് ഇങ്ങനെ തന്നെ പറയാതെ തോന്നട്ടെ, നിങ്ങളും ഉണ്ടാക്കി നോക്ക്, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുന്നതുകൊണ്ട് പറയുമല്ല, നിങ്ങളും ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് കമൻറ്റ് ഇടുക, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ. ഇപ്പം അരിപ്പൊടി നല്ല നൈസായിട്ട് പരത്തുകയും വേണം, ഒത്തിരി കട്ടി പരത്തുകയും ചെയ്യരുത്. അടയ്ക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും ആ അട തിന്നാനായിട്ട്. നല്ലവണ്ണം പറ്റി വരണേ. ചില ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം, ഒന്ന് പറ്റി വരുന്നിടം വരെ. ആ ഒരു സമയക്കുറവേ ഉള്ളൂ, ആ ഒരു സമയത്തിൻ്റെ ദൈർഘ്യമേ ഉള്ളൂ. സമയക്കുറവല്ല, സമയത്തിൻ്റെ ദൈർഘ്യമേ ഉള്ളൂ. ഇടയ്ക്ക് ഞാൻ സംസാരിക്കുമ്പോൾ തെറ്റിപ്പോകുന്നുണ്ട്. ഞാൻ ഇതേലും മൊബൈലിൽ ശ്രദ്ധിച്ച് പറയുന്നതുകൊണ്ടായിരിക്കും. അയ്യോ, ഇപ്പോൾ ഒരുമാതിരി നല്ലവണ്ണം പറ്റിയേ. നമുക്കിത് ഓഫ് ചെയ്യാം, എന്നിട്ട് ആറാൻ വെക്കാം. ശർക്കരയും തേങ്ങയും ആറി നമ്മൾ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചേ. അത് റെഡിയാക്കി വെച്ചിരുന്നത്. ഇനി നമുക്ക് വെള്ളം തിളയ്ക്കാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. പൊടി ഒന്ന് കുഴച്ചെടുക്കാം അടയ്ക്കുള്ള. അരിപ്പൊടിക്കകത്തോട്ട് ആവശ്യത്തിന് ഉപ്പിടുക.
വെള്ളം തിളച്ച കുറേശ്ശെ വെള്ളം പൊടിക്കകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക. കുറേശ്ശെ ഒഴിച്ചു കൊടുക്കണം. കുറേശ്ശെ ഒഴിച്ചു കൊടുത്താൽ കുഴച്ചുകൊണ്ട് വരാവേ. തേങ്ങയും ശർക്കരയും വിളയിച്ചതും അരിപ്പൊടി കുഴച്ചതും ഇലയും റെഡി. നമുക്കിനി ഇലയുടെ പരത്താം. ഈ ഇലയുടെ പരത്താവേ. ആദ്യം ആവശ്യത്തിന് അരിപ്പൊടി എടുത്ത് ഇട്ട് നല്ലവണ്ണം നൈസായിട്ട് പരത്തി കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് ശർക്കരയും തേങ്ങയും കൂടെ വിളയിച്ചത് വെക്കുക. അടക്കി കൊടുക്കുക. നമുക്ക് എല്ലാം ഇതിങ്ങനെ പരത്തിക്കൊണ്ട് വരാവേ. ഒരു സ്റ്റീമർ അടുപ്പത്ത് വെച്ച് വെള്ളം ചൂടാക്കുക. ആ വെള്ളം ചൂടായി വരുമ്പം അല്ല അപ്പച്ചമ്പായാലും മതി. നമ്മൾ പരത്തി വെച്ചിരിക്കുന്ന അട എടുത്ത് അതിൻ്റെ അകത്തോട്ട് വെക്കണം. സ്റ്റീമറിൻ്റെ അകത്താകുമ്പം പെട്ടെന്ന് വെന്ത് കിട്ടുമേ. പച്ചതിൻ്റെ അകത്തും വേഗം ഇത്തിരി താമസം ഉണ്ടെന്നേ ഉള്ളൂ. അടയെല്ലാം വെച്ച് കഴിഞ്ഞ് ഇനി നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. നമുക്കിനി വെന്ത ശേഷം എടുക്കാം. നമ്മുടെ അട റെഡിയായേ. ഇതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. നമ്മുടെ ഇലയുടെ റെഡിയായേ. നല്ല സൂപ്പർ ഇലയുടെ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.